ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിനെയും രുക്കുവിനെയും കൂട്ടുപിടിച്ച് അർച്ചനയെ തകർക്കാനുള്ള ശ്രമത്തിലാണ് വിജയ് ശങ്കറും ചന്ദ്രയും. അങ്ങനെ മഞ്ജുവും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മഞ്ജു നൈസായിട്ട് രുക്കുവിനെ സോപ്പിട്ട് നിർത്തുകയാണ്. പിന്നെ ശരിക്കും അർച്ചന ചേച്ചി വിജയേട്ടനും ചന്ദ്ര ചേച്ചിയും ഇവിടെ വന്നപ്പോൾ ചമ്മിപ്പോയി. ഇവരങ്ങനെ അവിടെ വന്ന് ഇരിക്കുമ്പോൾ ചേച്ചി അങ്ങനെ കോടതിയിലേക്കാണെന്നും പറഞ്ഞ് പോവരുതായിരുന്നു, ഇതത് ഒട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവരുടെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം അവരറിഞ്ഞേനെ എന്ന്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, വെറും കൈയോടെ അല്ലല്ലോ അവര് വന്നത്, ലക്ഷക്കണക്കിന് സ്വർണമായിട്ടല്ലേ വന്നത്. പിന്നെ അവരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? എനിക്കും രമ്യക്കും ഇത്രയൊന്നും സ്വർണം ഉണ്ടായിരുന്നില്ലാട്ടോ. അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്തുകൊണ്ടും രുക്കുവിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒക്കെ മഞ്ജു പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, ഈ വീടിന്റെയും സ്ഥലത്തിന്റെയും എല്ലാം ഓഹരി നടത്തിയതാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, എവിടെ നടത്താൻ, ഇന്ത്യയൊക്കെ ഷെയർ എന്നോ നടത്തേണ്ടതാണ്. സ്വത്തുഭാഗം വെച്ചാൽ പിന്നെ കൂട്ടുകുടുംബത്തിന്റെ കാരണോത്തിയായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. നീ എന്തായാലും ഈ കാര്യം അച്ചുവിനോടൊന്ന് സൂചിപ്പിക്കണം. നാളെയൊന്നും വേണ്ട, പതുക്കെ തന്നെ മതി. ഇവൾക്കമനുസരിച്ച് തറവാട് വീടും അതിനടുത്തുള്ള സ്ഥലവും അച്ചുവിന് തന്നെയായിരിക്കും. ഇപ്പൊ ഈ ഓടിട്ട വീട്ടിൽ നിങ്ങൾ സ്ഥിരതാമസമൊന്നും നടത്താൻ പോകുന്നില്ലല്ലോ. സിറ്റിയിലെ ഏതെങ്കിലും വില്ലയിലേക്ക് മാറും. നേരം വേണമെങ്കിൽ ഈ വീടും സ്ഥലവും ഞങ്ങൾ എടുത്തോളാം. ാണ് കേട്ടോ, ഇതെല്ലാം പിന്നീട് ആലോചിച്ചാൽ മതിയെന്ന് മഞ്ജു പറയുന്നുണ്ട്. എല്ലാം കേട്ട് രുക്കു പറയുന്നുണ്ട്, എന്നാ ശരി ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയുമ്പോ മഞ്ജു വീണ്ടും രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു ഇതൊന്നും രമ്യയോട് പറയരുത് കേട്ടോ, എന്നെ പോലെയല്ല രമ്യ, കീലിനോട് കുറച്ച് ചായ്വ് കൂടുതലാണെന്ന് പറയുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, ശരി ചേച്ചി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് വീണ്ടും മഞ്ജു പറയുന്നുണ്ട്. ഈ കാലം വരെ അച്ഛന ചേച്ചിയായിരുന്നു ഇവിടുത്തെ ഓൾ ഇൻ ഓൾ, ഇനി രുക്കുവാണ് അവിടേക്ക് വരേണ്ടതെന്ന് മഞ്ജു പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ മഞ്ജു ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചുമ്മാതെ പറയുന്നതാടി, പിന്നെ ഞാൻ ഇവിടുത്തെ എല്ലാം ആക്കാമെന്നൊക്കെ മനസ്സിൽ പരിഹസിക്കുകയാണ് മഞ്ജു. അപ്പൊ മഞ്ജുവിനെ നോക്കി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് ശരിക്കും മനസ്സിലായി ചേട്ടത്തി എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അച്ചു ആണെങ്കിൽ അങ്ങനെ മൂഡ് ഔട്ടായി റൂമിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. രുക്കു വന്നിട്ട് അച്ചുവിനോട് ചേർന്ന് നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അച്ചു, എന്താണ് നീ മൂഡ് ഔട്ടായി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, നമുക്ക് കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നാലോ, അപ്പൊ ശരിക്കും ഒരു മാറ്റം ആവശ്യമാണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ഞാനും അത് നിന്നോട് പറയാൻ നിൽക്കുകയായിരുന്നു, നമുക്ക് കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് അച്ചുവിന്റെ ഫോണിലേക്ക് വിജയ് ശങ്കർ വിളിക്കുന്നത്. ഫോൺ എടുക്കാൻ അച്ചു മടിക്കുകയാണ്. പിന്നീട് രുക്കു ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിൽ ഇടുന്നുണ്ട്. പിന്നീട് അച്ചുവിനോട് സംസാരിക്കാൻ പറയുകയാണ്. ഫോൺ എടുക്കുന്ന അച്ചുവിനോട് വിജയ് ശങ്കർ ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നീട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിരുന്നിനെ ക്ഷണിച്ച കാര്യം ഓർമ്മിപ്പിക്കാനായി വിളിച്ചതാണ്, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ മടിച്ചുകൊണ്ട് അച്ചു നാളെയോ എന്ന് ചോദിക്കുകയാണ്. ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അച്ചു സംസാരിക്കുന്നതിന്റെ ഇടയിൽ രുക്കു കയറി പറയുന്നുണ്ട്, വലിയേട്ടാ ഞങ്ങൾക്ക് പരിപാടിയൊന്നുമില്ല, നാളെ എന്തായാലും ഞാനും അച്ചുവും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. പിന്നീട് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. രുക്കുവിനാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതിന്റെ വലിയ സന്തോഷത്തിലാണ്. അച്ചുവിനാണെങ്കിൽ അതൊട്ടും തന്നെ താല്പര്യവുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ ആയാലും മറ്റന്നാളായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്, അപ്പൊ പിന്നെ നാളെ തന്നെ പോവാം, അത് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് പോവാം എന്ന് പറയുകയാണ്. പിന്നീട് അച്ചുവിനെ നോക്കി രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇന്നെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരുമെടാ അർച്ചനന്റെ അനിയ എന്ന്. അതിനുശേഷം ചന്ദ്രകാന്തത്തിലേക്ക് അച്ചു വിരുന്നിന് പോകുന്ന കാര്യം മുകുന്ദനോട് പറയാനായി പുറത്തേക്ക് വരികയാണ്. മുകുന്ദൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും മുകുന്ദൻ ഒട്ടും തന്നെ മെയിൻഡ് ആക്കുന്നില്ല. അപ്പോഴേക്കും എന്താണ് ഇവര് സംസാരിക്കുന്നതെന്നറിയാൻ മഞ്ജു ഒരു ചൂലുമായി അടിച്ചു വാരാനെന്ന പേരിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യയും വരുന്നുണ്ട്. രമ്യ എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, അച്ചുവിന് മുകുന്ദേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അച്ചു മുകുന്ദനോട് കാര്യം അവതരിപ്പിക്കുകയാണ്. ചന്ദ്രകാന്തത്തിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്, അവിടെ വിരുന്നിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ അത് കേട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലാതെ അങ്ങോട്ട് പോവണ്ട എന്നും, ഇന്നലെ വരെ അവർ നമ്മളുടെ ശത്രുവായിരുന്നു, അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ മുകുന്ദൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും വരുന്നുണ്ട്. രമ്യ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, അച്ചുവിനെയും രുക്കുവിനെയുമാണ് വിരുന്നിന് വിളിച്ചത്, അവരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുകയാണ്. മുകുന്ദനാണെങ്കിൽ വീണ്ടും വീണ്ടും
വിജയ് ശങ്കറിനെയും ചന്ദ്രയെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രുക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രുക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ഞാനെല്ലാം ഇത്ര നേരം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒന്നില്ലെങ്കിലും എന്റെ ഏട്ടനെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. ഞാനും അച്ചും അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നോളാമെന്ന് രുക്ക് പറയാണ്. എന്നാൽ അർച്ചന ഇതെല്ലാം കേട്ടു പറയുന്നുണ്ട്, വീട്ടിലേക്ക് വിളിച്ചതല്ലേ, നിങ്ങൾ രണ്ടുപേരും തന്നെ പോവണമെന്ന് പറയുമ്പോ രുക്ക് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് നിർബന്ധമുണ്ട്, നിങ്ങൾ നാളെ അവിടെ പോവണം. പോയില്ലെങ്കിൽ പോവാത്തതിന്റെ കാരണം ചന്ദ്രകാന്തത്തിലുള്ളവരോട് വിശദീകരിക്കേണ്ടി വരും. പിന്നെ ആവശ്യമില്ലാത്ത മുഷ്ചലിന് കാരണമാവും. അന്ന് വെച്ച രുക്കുവിനെയും കൂട്ടി അച്ചു നീ നാളെ പോവണം, പിന്നെ ബൈക്കിൽ പോവണ്ട. സമയത്ത് രുക്കുവിനെയും കൊണ്ട് ബൈക്കിൽ പോകുന്നത് അത്ര നല്ലതല്ല, കാർ എടുത്തോളൂ എന്ന് പറയാണ്. എന്നാൽ അർച്ചന അത് പറയുമ്പോൾ രുക്കുവിന് ആകെ ടെൻഷനായി അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചനയുടെ അടുത്ത് വന്ന് ചിന്നു ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാനും കൂടി അവരുടെ കൂടെ നാളെ ചന്ദ്രകാന്തത്തിലേക്ക് പോയിക്കോട്ടെ, കുറെ ദിവസമായില്ലേ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്ന് ചിന്നു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, നീ പോവണ്ട, ഇതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ലെന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, അവര് പോകുന്നതിൽ നീ എന്തിനാണ് ചിന്നു വെറുതെ ഒരു കട്ടുറുമ്പാവുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നീട് റൂമിൽ രുക്കു ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചു വരുന്നതും വാതിൽ പോയി അടയ്ക്കുന്നുണ്ട് രുക്കു. എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോ സമാധാനമായില്ലേ അച്ചു, എന്റെ വീട്ടുകാരെ കുറിച്ച് ഇവിടെ ഇങ്ങനെ കുത്തി പറയുന്നത് എനിക്കൊട്ടും സഹിക്കുന്നില്ല. ഇനി ഇത് ആവർത്തിച്ചാൽ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല, ചുട്ട മറുപടി തന്നെ കൊടുക്കും. ചന്ദ്രകാന്തത്തിലുള്ളവരെല്ലാവരും മോശം, ഇവിടെയുള്ളവരെല്ലാവരും നല്ലവരും. ആ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. നീ ഇപ്പോൾ ഈ വീട്ടിലെ കുഞ്ഞനിയൻ മാത്രമല്ല എന്റെ ഭർത്താവ് കൂടിയാണ്. അരി വീട്ടിലേക്ക് പോകണമെങ്കിൽ നീ എന്തിനാണ് ചേട്ടന്റെ അനുവാദമെല്ലാം ചോദിക്കുന്നത്? അദ്ദേഹം ഫയലിൽ ഒപ്പിട്ടില്ലെങ്കിൽ നീ എന്താ വരില്ലേ എന്ന് രുക്കു ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, പോകുന്ന കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി, ആ മര്യാദയെങ്കിലും ഞാൻ കാണിക്കണ്ടേ, ഇത്രേ ഞാൻ ചെയ്തുള്ളൂ എന്ന് അച്ചു പറയുകയാണ്. എന്നാൽ അതൊന്നും തന്നെ രുക്കുവിന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നീട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ആര്യാണെങ്കിൽ പുറത്തെ കിളികൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇന്നിവിടെ അതിഥികൾ വരുന്നുണ്ടെന്നും ഞാൻ ചിലതെല്ലാം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ ആര്യ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചുവും രുക്കുവും കൂടി വരുന്നത്. ഗേറ്റിന്റെ അവിടെ എത്തുമ്പോ അച്ചു വണ്ടി നിർത്തി രുക്കുവിനോട് പറയുന്നുണ്ട്, നീ കേറിക്കോ, ഞാൻ പിന്നെ വരാം, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്തോ മടി തോന്നുന്നു. ഇതിനു മുന്നേ ഞാൻ വന്നപ്പോഴെല്ലാം അവരെന്നെ ആട്ടി അകറ്റിയിട്ടുണ്ട്, എന്നെ തല്ലിയിട്ടുണ്ട് എന്നൊക്കെ അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അതെല്ലാം ഇന്നലെ വരെ ഉള്ള സംഭവങ്ങളാണ്, ഇന്ന് നീ എന്റെ ഭർത്താവാണ്, ആ മാന്യത അവരെന്തായാലും കാണിക്കും. നീ ഇങ്ങനെ പേടിച്ചു പോവാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, നമുക്ക് അകത്തേക്ക് പോവാം, നീ ഇങ്ങനെ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചു കാർ എടുത്ത് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. പിന്നീട് അച്ചുവും രുക്കും കാറിൽ നിന്ന് ഇറങ്ങുന്നതും ആര്യയാണ് കാണുന്നത്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.